ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെൻറ്റ്സിലുണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം അല്ലേ? നമുക്ക് കൃത്യമായിട്ട് മെഷർമെൻറ്റ് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതാണ് അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. നമ്മൾ സാധാരണഗതിയിൽ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെഷർ ചെയ്യുമ്പം നീളമാണ് അളക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്കെയിൽ നമ്മൾ എടുക്കും അല്ലേ? സ്കെയിൽ നമുക്കറിയാം ചെറിയ ചെറിയ റീഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ലെങ്ത്ത് വരണം നിർബന്ധമില്ല. അതാണ് നമ്മൾ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മെഷർമെൻറ്റ് കിട്ടാറുണ്ട്. ഒന്നെന്താണ്? ഡിസ്ക്രീറ്റ് വേരിയബിളായിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നിങ്ങളോട് നമ്പർ ഓഫ് എക്സ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പെൻസ്. അതുപോലെ നമ്മൾ എണ്ണം പറയുമ്പം അവിടെ നമുക്കറിയാം എപ്പോഴും കൃത്യമായിട്ട് അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അല്ലേ? 4x ആണെന്ന് പറയുമ്പോൾ 4x തന്നെ ആയിരിക്കും അവിടെ. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്തരം മെഷർമെൻറ്റിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചില സമയത്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ നീളം, ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. അപ്പോൾ നമ്മൾ നീളം അളക്കുന്ന സമയത്ത് നമ്മൾ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് വെച്ചോ അളക്കുന്ന സമയത്ത് ഒരു 158 ഒക്കെ ആണ് നീളമെങ്കിൽ, ഇപ്പോൾ 158 കഴിഞ്ഞിട്ടുള്ളൊരു റീഡിങ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ സ്കെയിലിൽ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഏകദേശം ഗസ് ചെയ്യും, 158 ആക്കി നമ്മൾ പറയും. 158 കഴിഞ്ഞ് കുറച്ചും കൂടെ ഉണ്ടെങ്കിലും കൂടി നമ്മൾ 158 ആയിട്ട് പറയും. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ഹൈറ്റ് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമ്മൾ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് നല്ല പെർഫെക്റ്റ് മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫറൻസ് കുറച്ച് കൊണ്ടുവരാം. എന്നാലും എപ്പോഴും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇൻ എ മെഷർമെൻറ്റ് സംടൈംസ് മെഷേർഡ് ബൈ ഡിസ്ക്രീറ്റ് വേരിയബിൾ, ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് എക്സ്, ഓർ കണ്ടിന്യൂസ് വേരിയബിൾ, ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. For a continuous variable, there should be an uncertainty always remains, and it can be precise as choice of instrument used. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ അവിടെ അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നീളം 150ൻ്റെയും 151ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മളെങ്ങനെ പറയുക? 150 എന്ന് പറയാം. ഇനി ചിലപ്പോൾ നമ്മൾ 151 തൊട്ടടുത്താണെങ്കിൽ നമ്മൾ പറയും 151 തൊട്ടടുത്ത് എന്നാണെങ്കിൽ 151 എന്ന് പറയും. ഈ ഒന്നുകിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? 150 പറയാം, അല്ലെങ്കിൽ 151 പറയാം. നമ്മൾ സെൻറ്റിമീറ്റർ സ്കെയിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ. ഇനി നമുക്ക് പിന്നെ അതിലും അപ്പോൾ ചെറിയ യൂണിറ്റിലോട്ട് നമ്മൾ മില്ലിമീറ്ററൊക്കെ ഉള്ള യൂണിറ്റ് ആണെങ്കിലും അവിടെ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും സ്കെയിൽ കാണിച്ചിട്ടുള്ള രണ്ട് റീഡിങ്ങിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ നമുക്കറിയാം അവിടെ നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അതിൻ്റെ രണ്ട് റീഡിങ്ങിൽ ഏതെങ്കിലും ഒരു റീഡിങ് അവിടെ കൊടുക്കും. അതാണ് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് ബിറ്റ്വീൻ 160 centimeter and 161 centimeter, or between 159 centimeter and 160 centimeter. രണ്ട് രീതിയിൽ ഇപ്പോൾ 160 ഒരാളുടെ നീളം എന്ന് പറയുമ്പോൾ സംടൈംസ് ഇറ്റ് മേ എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ഇറ്റ് മേ ചിലപ്പോൾ അതാവാം 160 നമ്മൾ എടുക്കുന്നത് എങ്ങനെയാവാം? ഒരു മെഷർമെൻറ്റ് കാണുമ്പോൾ
160യുടെയും 161ൻ്റെയും ഇടയിലുള്ള മെഷർമെൻറ്റിനെ നമ്മൾ 160 ആയിട്ട് പറയും. ഇനി അല്ലെങ്കിൽ 159ൻ്റെയും 160യുടെയും ഇടയിലുള്ളൊരു മെഷർമെൻ്റ് ആണെങ്കിലും നമ്മൾ എന്താ പറയുക, 160 എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു 160 കാണുന്നൊരു വ്യക്തിക്ക് എവിടെ റീഡിങ് എവിടെ മുതൽ എവിടെ വരെ ആവാനുള്ള സാധ്യതയുണ്ട്? കറക്റ്റ് റീഡിങ് 159 to 161 വരെ ആവാം. ഈ 159 to 161 വരെയുള്ള റീഡിങ്ങിനെ നമ്മൾ 160 ആയിട്ടാണ് നമ്മളുടെ മെഷർമെൻറ്റ്, നമ്മൾ 160 ആയിട്ടാണ് എപ്പോഴും അത് പറയാം. അതാണ് അവിടെ നമ്മൾ പറയും. നമ്മൾ 160 എന്ന് പറയുമ്പം കൃത്യമായിട്ടായിട്ട് 160 ആവണമെന്നില്ല, അല്ലേ? 159ൻ്റെ ഇടയിലുള്ള റീഡിങ് ആവാം, അല്ലെങ്കിൽ 161ൻ്റെയും 160യുടെയും ഇടയിലുള്ള റീഡിങ് ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയും അൺസർട്ടനിറ്റി ഈസ് ഓൾവേസ് +or-1. ഇവിടെ സെൻറ്റിമീറ്റർ സ്കെയിലാണ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, +or-1 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ട് അതിൻ്റെ മില്ലിമീറ്റർ സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അപ്പോൾ ഈ 160.0 സെൻറ്റിമീറ്റർ ആൻഡ് 160.1 സെൻറ്റിമീറ്റർ, അവിടെ 0.1 ആണ് ഡിഫറൻസ്, അല്ലേ? അതേപോലെ തന്നെ അത് അങ്ങനെയാവാം, അല്ലെങ്കിൽ എങ്ങനെയാവാം 159.9 ആൻഡ് 160.0. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമ്മളുടെ റീഡിങ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അൺസർട്ടനിറ്റി എത്ര വരിക, +or-1 മില്ലിമീറ്റർ. അപ്പോൾ എപ്പോഴും അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് തന്നിട്ടുള്ള വാല്യൂമായിട്ട്, അല്ലേ, +1 ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ -1 ഡിഫറൻസ്. മാക്സിമം ഡിഫറൻസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും +1 ആണെന്നല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയെ നമ്മൾ പറയുന്നു. അപ്പോൾ നിങ്ങളോടൊരു ലാബിൽ ഒരു മെഷർമെൻ്റ് എടുക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോടൊരു കോപ്പർ വയറിൻ്റെ ലെങ്ത്ത് നിങ്ങളോട് അളക്കാൻ പറയുമ്പോൾ, അത് നിങ്ങൾ അളന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചതൊരു വളരെ സ്മോൾ റീഡിംഗ് ഒക്കെ ഉള്ള സ്കെയിലാണെങ്കിൽ, മില്ലിമീറ്റർ ഒക്കെ റീഡിംഗ് ഒക്കെ ഉള്ള സ്കെയിലാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മില്ലിമീറ്റർ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം, +1 മില്ലിമീറ്റർ ടു -1 മില്ലിമീറ്റർ വരെ എന്തിനുള്ള സാധ്യതയുണ്ട്? അവിടെ അൺസർട്ടനിറ്റിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരു ലാബിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് എ കോപ്പർ വയർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ നമുക്ക് 160 കറക്റ്റ് കിട്ടാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അവിടെ നമ്മൾ പോസിബിലിറ്റിയാണ് പറയുന്നത് കേട്ടോ. 160 കറക്റ്റ്, നിങ്ങൾ 160 കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 160 എന്ന് എഴുതും, അല്ലേ? ഇനി 159ൻ്റെയും 160യുടെയും ഇടയിലാണ് വന്നതെങ്കിലും നിങ്ങൾ 160 എന്ന് എഴുതാമല്ലോ, അല്ലേ? അപ്പം ഞാൻ നോക്കുന്ന എന്നെ സംബന്ധിച്ച് അതിൽ എന്തുണ്ട്, അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാല്യൂ നോക്കുന്ന, അല്ലേ, നിങ്ങൾ 150 160 എന്നുള്ള റീഡിങ് നിങ്ങൾ പറയുമ്പോൾ എറർ എവിടെ നിന്ന് എവിടെ വരെ വരാനുള്ള സാധ്യതയുണ്ട്? 159 മുതൽ 161 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ കുറച്ചും കൂടെ ചെറിയ സ്കെയിലാണ്, വളരെ ചെറിയ സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു എററിൻ്റെ ഒരു അളവ് കുറഞ്ഞു വരും. നമ്മൾ വലിയ സ്കെയിലാണ്, ഇപ്പോൾ മീറ്റർ മാത്രമുള്ള സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എറർ കുറേ വരും, അല്ലേ? അതാണ് അവിടെ നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ, ഫോർ എ കണ്ടിന്യൂസ് വേരിയബിൾ ദർ ഷുഡ് ബി an uncertainty always remains and it can be precise as the choice of instrument used. If height of a person is between 160 cm and 161 cm or between 159 cm and 160 cm, uncertainty is +1 cm or -1 cm. If the height is between 160.0 cm and 160.1 cm or 159.9 cm and 160.0 cm, the uncertainty is +1 mm or -1 mm.
ആ രണ്ടാമത് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0.1 എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് മില്ലിമീറ്ററിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അൺസർട്ടനിറ്റീസ് +1 millimeter ഓർ -1 millimeter എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു മെഷർമെൻറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അൺസർട്ടനിറ്റി നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എങ്ങനെ നമ്മൾ എത്രത്തോളം അൺസർട്ടനിറ്റി ഉണ്ട് നമുക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വെച്ച് നമുക്ക് ഏകദേശം വാല്യൂ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവറിന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു റീഡിങ് നമ്മൾ എടുക്കുമ്പോൾ അൺസർട്ടനിറ്റി +or-1 അത്രയും അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാൻ പറ്റും അല്ലേ എത്രത്തോളം അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എ നമ്പർ എക്സ്പ്രസിങ് എനി മെഷർമെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് all digits which are certain and last digit which is uncertain is called number of significant figures. A number expressing any measurement should include all digits which are certain and last digit which is uncertain is called number of significant figures. അപ്പോൾ നോക്കാം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. 160 എന്ന് പറയുന്ന റീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു 160 എടുക്കുമ്പോൾ ഞാൻ 160 എന്ന് മാത്രം കാണുമ്പോൾ നമ്മൾ പറഞ്ഞു 159 മുതൽ 161 വരെ ആവാനുള്ള സാധ്യതയുണ്ട് റീഡിങ്. അപ്പോൾ ആ റീഡിങ് 160 എന്ന് ഞാൻ കാണുന്ന സമയത്ത് 160 ആണ് നിങ്ങൾ എഴുതിയതെങ്കിൽ എനിക്കറിയാം 1ഉം 6ഉം സെർട്ടൈൻ ആണ്. ആ റീഡിങ് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല 1ഉം 6ഉം അല്ലേ. എന്നാൽ 0 എന്ന് പറയുന്നത് അൺസെർട്ടൈൻ ആണ്. 0യിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അത് 159 ആണോ അല്ലേ അല്ലെങ്കിൽ 161ൻ്റെ അടുത്താണോ 159ൻ്റെ അടുത്താണോ അല്ലെങ്കിൽ 161ൻ്റെ അടുത്താണോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 0യെ നമ്മളെന്ത് പറയും അൺസെർട്ടൈൻ എന്ന് പറയും. അപ്പോൾ അവിടെ വാല്യൂ മേ ബി ലൈ ബിറ്റ്വീൻ 159 to 161. 159 മുതൽ 161 വരെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1ഉം 6ഉം നമുക്ക് ഉറപ്പിക്കാം സെർട്ടൈൻ ആണ്. 1ഉം 6ഉം രണ്ട് ഡിജിറ്റ് നമുക്ക് പറയാം സെർട്ടൈൻ ആണ്. എന്നാൽ 0 എന്ന് പറയുന്നത് നമ്മളവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നേ പറയുന്നുള്ളൂ കേട്ടോ. അപ്രോക്സിമേറ്റ് അപ്പോൾ നമുക്ക് റീഡിങ് കാണുന്ന സമയത്ത് 0യിൽ എന്തെങ്കിലും അപ്രോക്സിമേഷൻ നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ. അതാണ് അവിടെ അൺസെർട്ടൈൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ട്. അതാണ് അൺസെർട്ടൈൻ. 1 and 6 are certain and 0 is uncertain. ഇനി നമ്പർ ഓഫ് അപ്പോൾ ഇവിടെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? എത്ര സെർട്ടൈൻ ആയിട്ടുള്ള എത്ര ഡിജിറ്റ്സ് ഉണ്ട് പ്ലസ് ലാസ്റ്റ് അൺസെർട്ടൈൻ ഡിജിറ്റ് അത് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് അൺസെർട്ടൈൻ ഡിജിറ്റ്. അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയും. അപ്പോൾ അവിടെ 160യിൽ 1ഉം 6ഉം സെർട്ടൈൻ ആണ്. അപ്പോൾ 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. 0 അൺസെർട്ടൈൻ ആണ്. അപ്പോൾ 3 ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സെർട്ടൈൻ ഡിജിറ്റ്സ് പ്ലസ് നമ്മൾ നമ്പർ ഓഫ് സെർട്ടൈൻ ഡിജിറ്റ്സ് പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് അൺസെർട്ടൈൻ ആയിരിക്കും ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് വിച്ച് ഈസ് അൺസെർട്ടൈൻ. അതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുകളിൽ തന്ന എക്സാമ്പിളിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 അല്ലേ.
ഇനി നോക്കാം. റീഡിങ് 160.0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ 160.0 എന്നാണ് കൊടുത്തത്. അവിടെ നമുക്കറിയാം 1ഉം 6ഉം 0യും നമുക്ക് ഷുവറാണ്, കാരണം അത് കഴിഞ്ഞ് നമ്മളൊരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ 1ഉം 6ഉം 0യും പോയിൻ്റ്. ഇനി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതിന് ശേഷമായിരിക്കും, അതുകൊണ്ടല്ലേ നമ്മൾ പോയിൻ്റ് ഇടുന്നത്. 160 ഉറപ്പാണ് അല്ലേ, 160.1 ആവാം അല്ലേ. അപ്പോൾ അവിടെ 160 നമുക്ക് 160 എന്ന് പറയുന്നത് സെർട്ടേൺ ആണ്. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവുക ആ ലാസ്റ്റത്തെ 0യിലായിരിക്കും. അപ്പോൾ അതാണ് 1ഉം 6ഉം 0യും സെർട്ടേൺ ആണ്. പക്ഷെ ലാസ്റ്റ് 0 നമുക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അൺസെർട്ടേൺ ആണ്. അപ്പോൾ ഇതെപ്പോഴും നമ്മളൊരു ലബോറട്ടറിയിൽ ഒരു മെഷർമെൻറ്റ് ചെയ്യുമ്പം വരുന്നൊരു കോൺസെപ്റ്റാണ് നമ്മളീ പറയുന്നത്. അവിടെ നമ്മൾ എത്രത്തോളം നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇതനുസരിച്ച് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 6ഉം 0യും സെർട്ടേൺ ആണ്, എന്നാൽ ലാസ്റ്റ് 0 എന്താണ്, അൺസെർട്ടേൺ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സെർട്ടേൺ വാല്യൂസ് പ്ലസ് ലാസ്റ്റ് അൺസെർട്ടേൺ വാല്യൂ. അപ്പോൾ നമ്പർ ഓഫ് സെർട്ടേൺ വാല്യൂ ഇവിടെ എത്ര, 1ഉം 6ഉം 0യും സെർട്ടേൺ ആണ്, ലാസ്റ്റ് 0 എന്താണ്, അൺസെർട്ടേൺ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി, ടോട്ടൽ 4 കിട്ടി. ഇനി ഇത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണുമ്പോൾ ചില റൂൾസ് ഉണ്ട്. റൂൾസ് നോക്കാൻ എന്തൊക്കെയാണത്. അതിലാദ്യത്തെ റൂള്, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 0 ഇല്ലാത്ത എല്ലാ ഡിജിറ്റ്സും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ 45-ൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 12.35-ൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി സെക്കൻഡ് റൂള്, എ സീറോ ഹാവിങ് ഡിജിറ്റ്സ് ഓൺ ഇറ്റ്സ് റൈറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഒരു നമ്പറിൽ 0യുടെ റൈറ്റ് സൈഡിൽ നമ്പർ വരിക, അതെന്തല്ല, ആ 0 എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 0.314, അപ്പോൾ 314 0യുടെ റൈറ്റ് സൈഡിലാണ് അല്ലേ, 314. അതുകൊണ്ട് ആ 0 എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളൂ, 3ഉം 1ഉം 4ഉം ആണ് സിഗ്നിഫിക്കൻ്റ്. അതുകൊണ്ട് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇനി 0.0025 അതിൽ അല്ലേ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ 0യുടെ റൈറ്റ് സൈഡിൽ നമ്പർ ഉണ്ടോ, ഉണ്ട്. ഏതാ നമ്പർ, 2ഉം 5ഉം 0യുടെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ 0 നമ്മൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, 2ഉം 5ഉം ആണ് നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ എത്ര ഉണ്ട്, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇനി അടുത്ത റൂള്, എ സീറോ ലൈയിങ് ഇൻ ബിറ്റ്വീൻ 2 ഡിജിറ്റ്സ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. 0 2 ഡിജിറ്റിൻ്റെ ഇടയിൽ വരിക, 305-ൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. എന്നാൽ 0.8055-ൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അതെങ്ങനെ നമുക്ക് കിട്ടി, നമ്മൾ പറഞ്ഞു ഡിജിറ്റ്സ് റൈറ്റിൽ വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ആദ്യത്തെ 2 0 സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ നമ്പറുകൾക്കിടയിൽ വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 8055-ൽ ആ 80 എന്ന് പറയുന്ന 0 എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇതാ കിട്ടുക, 4 ആണ് കിട്ടുക. ഏതൊക്കെയാണ് ആ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 8ഉം 0യും 5ഉം 5ഉം. അങ്ങനെ വരുമ്പോൾ എത്ര വരുന്നു, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്.
ആദ്യത്തെ 2 സീറോ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അതാണ് നമ്മൾ മൂന്നാമത്തെ റൂള്. ഇനി 4ാമത്തെ റൂള് നോക്കാം. എ സീറോ ഹാവിങ് ഡിജിറ്റ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് മേ ഓർ മേ നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ്. സീറോയുടെ ലെഫ്റ്റിൽ വരിക, ലെഫ്റ്റിൽ നമ്പേഴ്സ് വരിക, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ അനുസരിച്ച് നമുക്കവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയാൻ പറ്റുള്ളൂ. റീഡിങ് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമുക്കവിടെ എന്ത് പറയാൻ പറ്റുള്ളൂ, എത്രയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സീറോയുടെ ലെഫ്റ്റിൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി സിഗ്നിഫിക്കൻറ്റ്. അത് സീറോ സിഗ്നിഫിക്കൻ്റ് ആവാം, അല്ലാതിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 250.0. അതിന് മുന്നേ 250.0 എന്നില്ല കേട്ടോ, അത് പറയാൻ 250.0 ഹാസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അങ്ങനെയാണ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മെഷർമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ 2ഉം 5ഉം 0യും, അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കാരണം 250 വരെ സെർട്ടൈൻ ആണ്, അതുകൊണ്ടാണല്ലോ പോയിൻ്റ് ഇട്ടിട്ട് 0 ഇടുന്നത്. അപ്പോൾ അവിടെ അത് സെർട്ടൈൻ വാല്യൂസ് ആണ്. എന്നാൽ 0.0 എന്ന് പറയുമ്പോൾ അവിടെ എന്തായി, അൺസെർട്ടൈൻ ആണ്. ആ 0 എന്താണ്, അൺസെർട്ടൈൻ ആണ്. കാരണം അവിടെ വെച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ. അതാണ് 250.0യിൽ 2ഉം 5ഉം 0യും സെർട്ടൈൻ വാല്യൂ ആണ്. എന്നാൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള 0യിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ടത് അൺസെർട്ടൈൻ ആണ്. അപ്പോൾ എത്ര വന്നു, ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 എന്ന് വന്നു. ഇനി രണ്ടാമത്തെ നോക്കാം. 250.00 എന്നാണ്. അവിടെ 2ഉം 5ഉം 0യും 0.0 അടുത്ത 0.0 എന്ന് പറയുന്നത് അതും സെർട്ടൈൻ തന്നെയാണ്. കാരണം നമ്മൾ വീണ്ടും ഒരു 0 ഇട്ടത് കൊണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ലാസ്റ്റ് 0 ആയിരിക്കും അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ 250.0 വരെ നമുക്ക് സെർട്ടൈനാണ്. എന്നാൽ ലാസ്റ്റ് 0 ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 5 ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ 2500 എന്ന് പറയുന്ന റീഡിങ് എടുക്കണം. 2500 നോക്കാം. നമുക്ക് 2500 2 ആവാം, 3 ആവാം, 4 ആവാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 2, 3, 4 ആവാം. എങ്ങനെ വന്നെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡിവൈസിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഈ ഒരു ഡിഫറൻസ് വരിക. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് അനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റുള്ളൂ, എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം. നമ്മൾ 2500 +100ൻ്റെയും -100ൻ്റെയും ഡിഫറൻസിലാണ് റീഡിങ് വരുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം 2ഉം 5ഉം നമുക്ക് നോക്കാം. 2ഉം 5ഉം രണ്ടിലും നമ്മളെന്താണ് പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എങ്ങനെ കാണുക. 2500 ആവുന്ന സമയത്ത് 2 എന്തായാലും സെർട്ടൈൻ വാല്യൂ ആണ്, 2ൽ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. എന്നാൽ 500 ചിലപ്പോൾ എന്താവാം, 400 ആവാം. 400ൻ്റെ 5 എന്ന് പറയുന്നത് 400ൻ്റെ റീഡിങ് ആവാം അല്ലേ. അല്ലെങ്കിൽ അത് 600ൻ്റെ ഇതിൽ വരാം. 400 മുതൽ 600 വരെയുള്ള റീഡിങ്ങിൽ നമ്മൾ എന്തായിട്ടാണ് പറയുക, 2500 ആയിട്ടല്ലേ പറയാം. 400 കഴിഞ്ഞിട്ട് 600 വരെയുള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് +100 ഓർ -100 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 5ന് നമ്മൾ 5ൽ വെച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമുക്കറിയില്ല.
അതുകൊണ്ടാണ് അവിടെ 2 2 സെർട്ടൈൻ ആണ്, എന്നാൽ 5 അൺസെർട്ടൈൻ ആണ്. അതുകൊണ്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി നോക്കാം, അൺസെർട്ടനിറ്റീസ് +10 ഓർ, അവിടെ നമ്മൾ ആദ്യത്തെ പോയിന്റ്, ഇഫ് അൺസെർട്ടനിറ്റീസ് +100 ഓർ -100 then 2 is certain and 5 is uncertain and has 2 significant figures. ഇനി നമ്മളുടെ അൺസെർട്ടനിറ്റിയുടെ സ്കെയിൽ ഒന്നും കൂടെ ചെറുതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? +10 ഓർ -10 എന്ന് പറയാം. +10 ഓർ -10. അപ്പോൾ അവിടെ 2500 25, അത് 5-ൽ പ്രശ്നങ്ങളൊന്നുമില്ല. 5 കഴിഞ്ഞിട്ടേലാണ് റീഡിംഗ് ആണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് 2ഉം 5ഉം സെർട്ടൈൻ ആണ്, എന്നാൽ 0 എന്താണ്? അൺസെർട്ടൈൻ ആണ്. അതുകൊണ്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി അൺസെർട്ടനിറ്റി ഈസ് +1 ഓർ -1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം, 2ഉം 5ഉം 0യും സെർട്ടൈൻ ആണ് അല്ലേ? ലാസ്റ്റ് 0 എന്താണ്? അൺസെർട്ടൈൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അല്ലേ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനുള്ള സാധ്യത നമ്മൾ കൊടുക്കുന്നത്. 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 0യുടെ ലെഫ്റ്റിൽ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സിറ്റുവേഷൻ വരാം. ഒന്ന് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള 0 വരാം അല്ലേ? അവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ നമ്മൾ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള 0 വരുന്ന സ്ഥലത്ത് നമ്മൾ ആ 0യെ നമ്മൾ അതിൻ്റെ ഒരു certain വാല്യൂസ് അൺസെർട്ടൻ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് കാണണം? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണണം. ഇനി 0 ഡെസിമലൊന്നും ഇല്ലാത്തൊരു കേസാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെതനുസരിച്ച് നമുക്ക് ഒന്നിലധികം സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനുള്ള സാധ്യതയുണ്ട്. അതാണ് അവിടെ 2, 3, 4 എന്ന് പറയുന്നത്. 3നുള്ള സാധ്യതയുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻസ്ട്രുമെൻറ്റ് വി യൂസ്ഡ്. അതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് 4ാമത്തെ റൂള്. ദെൻ നെക്സ്റ്റ് റൂള്, 5ാമത്തെ റൂള് നോക്കാം. ഇൻ എക്സ്പോണൻഷ്യൽ നമ്പർ the numerical portion represent the number of significant figures. നമ്മൾ 10ൻ്റെ പവറായിട്ടൊക്കെ വരുന്ന കേസിൽ അവിടെ ആ 10ൻ്റെ പവറിൻ്റെ ലെഫ്റ്റിൽ വരുന്ന നമ്പർ മാത്രമേ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൗണ്ട് ചെയ്യുകയുള്ളൂ. 10നെ നമ്മൾ കൗണ്ട് ചെയ്യാറില്ല. അതിൻ്റെ കാരണം നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു കോൺസെപ്റ്റാണ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ നമ്മൾ പറയുമ്പോൾ നമ്മൾ എത്ര കൊടുക്കുക? 6.022 × 10⁻23 എന്നാണ്. ഈ 6.022 കഴിഞ്ഞിട്ട് 000 കൊടുത്തിട്ടാണല്ലോ 10⁻23 നമ്മൾ പറയാം. ഇത് നമ്മൾ സത്യത്തിലും ചിലപ്പോൾ അവിടെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം 6.022 പിന്നെയും കുറേ നമ്പർ വരാം. നമ്മൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് അറിയാം, പോയിൻ്റ് കഴിഞ്ഞിട്ട് കുറേ നമ്പർ കാണാം. അതേപോലെ തന്നെ വലിയൊരു നമ്പറായിരിക്കും ഇതിന്. അതിനെ നമ്മൾ 10 വലിയൊരു ലാർജ് നമ്പർ ആയതുകൊണ്ട് അതിന് നമ്മൾ 10⁻23 അല്ലേ, അത്രയും സീറോസ് വരുന്നത് കൊണ്ട് അത്രയും പോയിൻ്റ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അതിനെ 10ൻ്റെ പവറാക്കിയിട്ട് എഴുതുമ്പം പലപ്പോഴും നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എഴുതണം. ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു റീഡിങ് തന്നു ഞാൻ 3.00879 എന്നൊക്കെ തന്നു. എനിക്ക് റീഡിങ് തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ ഡെസിമിലിട്ട് എഴുതി. എങ്ങനെ ഡെസിമിലിട്ട് എഴുതുക? 3.0879 അങ്ങനെ എഴുതി വിചാരിക്കുക. അപ്പോൾ എത്ര പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ഡെസിമലിട്ടു? അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ 3.07 എന്നൊക്കെ എഴുതിയ ശേഷം × 10⁻²,
അല്ലേ, എത്ര പോയിൻ്റാണോ നമ്മൾ ഡെസിമൽ ഇട്ടത് അത് എഴുതും. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ അവിടെ നമ്മൾ ബാക്കിയുള്ള നമ്പറൊക്കെ നമ്മളിവിടെ സ്കിപ്പ് ചെയ്തു. നമ്മൾ വെറും 2 നമ്പർ മാത്രം എടുത്തിട്ട് 10ൻ്റെ പവറാക്കി എഴുതി. ഇത് പലപ്പോഴും നമ്മൾ ഒരു വലിയ നമ്പർ അല്ലെങ്കിൽ വളരെ ചെറിയൊരു നമ്പർ, ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ്. അവിടെ നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസമൊക്കെ കാണുമ്പോൾ 9.31 ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു 2 നമ്പറേ എഴുതുന്നുള്ളൂ. ബാക്കി നമ്പറൊക്കെ ചെറിയ ചെറിയ നമ്പറൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്രോക്സിമേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് 10ൻ്റെ പവറിനെ നമ്മൾ എന്തായിട്ട് എടുക്കാത്തത്. 10ൻ്റെ പവറിനെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് അവിടെ എന്തുണ്ട്, അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ 10ൻ്റെ പവറാക്കി എഴുതുക. സ്വാഭാവികമായിട്ട് ഒരു വലിയ നമ്പറോ അല്ലെങ്കിൽ ഒരു ചെറിയ നമ്പറോ ആണല്ലോ. അപ്പോൾ അവിടെ അൺസർട്ടനിറ്റി അവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെ അൺസർട്ടനിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ 2 × 10⁵ അല്ലേ, ശരിക്കും 2.035 അങ്ങനെ ഉണ്ടാവും അല്ലേ. പക്ഷെ അതൊന്നും നമ്മളെ റീഡിങ് നമ്മൾ എത്ര കൊടുത്തത്, 2 × 10⁵ എന്നാണ് കൊടുത്തത്. അങ്ങനെ എന്തെങ്കിലും അവിടെ വീണ്ടും നമ്പർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 10ൻ്റെ പവറിനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യാത്തത്. അവിടെ 2 എന്ന് പറയുന്നത് അവിടെ ഉറപ്പാണ്, 2 അവിടെ ഉണ്ട് അല്ലേ. അത് നമ്മൾ എല്ലാം കൺഫ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് എക്സ്പോണൻഷ്യൽ നമ്പറിന് എപ്പോഴും അതിൻ്റെ നമ്പർ പാർട്ട് മാത്രമേ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി 6.022 അതിൽ 4 × 10⁻23 10⁻23 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഏതൊക്കെയാണ്, 6ഉം 0ഉം 2ഉം 2ഉം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന കേസിൽ നമുക്കതിനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ 2 റൂളാണല്ലോ, ഒന്ന് അഡീഷനും സബ്സ്ട്രാക്ഷനും ഉള്ളൊരു റൂളും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉള്ള റൂളും. അപ്പോൾ അഡീഷനും സബ്സ്ട്രാക്ഷനും ഉള്ള റൂളിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് തന്നിട്ടുള്ള റീഡിങ്ങിൽ ഏതിലാണോ ഡെസിമൽ പ്ലേസ് കുറവുള്ളത് അത് നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡെസിമൽ പ്ലേസ് ഏറ്റവും ലീസ്റ്റായിട്ട് വരുന്ന ഡെസിമൽ പ്ലേസ് ഏതാണോ അതിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ reported result has some same number of decimal as that of the term with the least number of decimal places. നിങ്ങൾ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുമ്പം ഏതിലാണോ ഡെസിമൽ പ്ലേസ് കുറവായിട്ട് വരുന്നത്, ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഏതിലാണോ അതിലേക്ക് നമ്മളുടെ റീഡിങ്ങിനെ നിങ്ങൾ റൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് അതിൻ്റെ റൂള് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇൻ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ റിപ്പോർട്ടഡ് റിസൾട്ട് ഹാസ് സെയിം നമ്പർ ഓഫ് ഡെസിമൽ ആസ് ദാറ്റ് ഓഫ് ദ ടേം വിത്ത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നമ്മൾ തന്നിട്ടുള്ള ടേമിൽ ഡെസിമൽ പ്ലേസ് ഏറ്റവും കുറവുള്ള ഡെസിമൽ പ്ലേസ് ഏതാണോ അതിലേക്ക് നമ്മളുടെ റീഡിങ്ങിനെ നമ്മൾ റൗണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കാം, 11.1, 2.11, 0.111 എന്നുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 13.321 അല്ലേ. അതിൽ നമുക്ക് 13.321 നമുക്കിതിനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെ റൗണ്ട് ചെയ്യണം, ഈ റീഡിങ്ങിൽ ഇത് വരുന്നത് എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ഞാൻ പറഞ്ഞു മെഷർമെൻറ്റ്, ഇത് എക്സ്പെരിമെൻ്റൽ മെഷർമെൻറ്റുമായി ഡിവൈസുമായി ബന്ധപ്പെട്ടതാണ്. നോർമൽ കേസിൽ നമ്മളിങ്ങനെയല്ല റൗണ്ട് ചെയ്യുക, അത് നമ്മൾ പിന്നീട് പറയും. നമ്മളൊരു ഡിവൈസിൽ വരുമ്പോൾ ഉള്ള ആ ഒരു എറർ വെച്ചിട്ടുള്ള അതാണ് നമ്മൾ അവിടെയാണ് നമ്മൾ അക്യുറസി ആൻഡ് പ്രെസിഷൻ വരുന്നിടത്ത് ഡിവൈസിൻ്റെ അക്യുറസി ആൻഡ് പ്രെസിഷൻ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ 3 ഏതിലാണ് ലീസ്റ്റ് ഡെസിമൽ പോയിൻ്റ് ഉള്ളത്,
നോക്കാം. ആദ്യത്തിൽ 11.1 ഡെസിമൽ പോയിൻ്റ് 1 ആണ്. 0.1 എന്ന് പറയുന്നില്ല, അത് 1 ആണ്. രണ്ടാമത്തേൽ ഡെസിമൽ പ്ലേസിൽ നോക്കാം 2.11, അവിടെ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. മൂന്നാമത്തേൽ 0.111, 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഏറ്റവും ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഏതിലാണ് വരുന്നത്? 11.1 0.1 അല്ലേ. അപ്പോൾ അവിടെ 11.1 1 ആണ് ഡെസിമൽ പ്ലേസ്. അപ്പോൾ നമ്മളെ റീഡിങ് എത്ര കിട്ടിയത്? നമുക്ക് 13.321 ആണ് കിട്ടിയത്. അതിൽ 3 മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം നമ്മൾ ആഡ് ചെയ്ത 3 എണ്ണത്തിൽ 1 ഡെസിമൽ പ്ലേസ് ആണ് ഏറ്റവും ലീസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ റൗണ്ട് ചെയ്തു? 13.3. എന്നിട്ട് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയാം. അപ്പോൾ 13.3 ആയതുകൊണ്ട് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 28.521 6.37. ഇതിൽ 28.521 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 6.37 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 34.891. ഇനി ഈ 28.521 എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? എത്ര പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട്. 6.37 പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ഏറ്റവും ലീസ്റ്റ്? 6.37 0.37 ആണ് ഏറ്റവും ലീസ്റ്റായിട്ട് വരുന്നത്, 2 അല്ലേ. അപ്പോൾ നമ്മുടെ റീഡിങ്ങിൽ 2 ഡെസിമൽ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്യണം. അപ്പോൾ 34.891 റൗണ്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 34.89 ആവും. അപ്പോൾ നമുക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് പറയാം? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് പറയാം. 34.89 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ നമുക്കറിയാം നമ്മുടെ അവിടെ റൂൾ എന്താണെന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ reported result should contain the same number of significant figure as contained in the quantity with the least number of significant figures. അവിടെ നമ്മൾ നോക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എവിടെയാണോ ലീസ്റ്റായിട്ട് വരുന്നത്, നമ്മൾ റൗണ്ട് ചെയ്യുമ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ലീസ്റ്റായിട്ട് വരുന്ന അത് വെച്ചിട്ടാണ് നമ്മൾ അത്രയും ഡെസിമൽ പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യുക. ഏതിലാണോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. 0.256 ഇൻറ്റു 0.8205 ഇൻറ്റു 298.16. അപ്പോൾ ഇതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം ഞാനവിടെ കൊടുത്തിട്ടുണ്ട് 3, 4, 5. അതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണ്? 3 ആണ്. 3 ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 3 ആണ് അവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 6.26279 ആണ്. അതിൽ എത്രണ്ണം എടുത്താൽ മതി? ഏത് വെച്ചിട്ട് റൗണ്ട് ചെയ്യുക? നമ്മളുടെ ആ ഒരു 3 എന്ന് പറയുക 3 ഇത് വെച്ചിട്ട് റൗണ്ട് ചെയ്യുക. അപ്പോൾ 6.26 വെച്ചിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം അല്ലേ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 നമുക്ക് എങ്ങനെ കിട്ടുക? ഒന്ന് ഡെസിമൽ പോയിൻ്റ് അല്ല നോക്കേണ്ടത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് നോക്കേണ്ടത്. അപ്പോൾ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ 3 വരാൻ പാടുള്ളൂ. ടോട്ടൽ 3 വരണം. 3 വരുമ്പോൾ ഏതൊക്കെ എടുക്കണം? 6 എടുക്കണം, 2 എടുക്കണം, 6 എടുക്കണം. എങ്കിലല്ലേ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ റിസൾട്ടിൽ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്പർ എങ്ങനെ എടുക്കാൻ പാടുള്ളൂ? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമുക്ക് വരാൻ പാടുള്ളൂ. നമ്മുടെ കിട്ടിയ റിസൾട്ടിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് എഴുതാൻ പറ്റുള്ളൂ? 6.26 എഴുതിയാൽ മതി. ബാക്കിയൊരു നമ്പർ അവിടെ എഴുതണം. അതാണ് റൗണ്ടഡ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ ഫൈനൽ റിസൾട്ട് എത്ര കിട്ടി? 6.26 കിട്ടി.
ഇനി ഇത് നോർമലായിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു നമ്പറിനെ റൗണ്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനതൊന്നും കൂടി നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ് നിങ്ങൾ അല്ലേ. സാധാരണ ഗതിയിൽ നമ്മൾ ഡെസിമൽസ് കഴിഞ്ഞ് നമ്പറിൽ എങ്ങനെ റൗണ്ട് ചെയ്യുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവാം നിങ്ങൾ, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവാം. അപ്പോൾ ഞാനതൊന്നും കൂടെ നമ്മളൊന്ന് പറയാൻ വേണ്ടിയിട്ട്, റൗണ്ടിങ് ഓഫ് നമ്പർ എങ്ങനെ റൗണ്ട് ചെയ്യാം, അതിൽ ചില റൂൾസ് ഉണ്ട്. റൂൾസൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ 5 ദെൻ ആഡ് 1 ടു ദ ലാസ്റ്റ് റിമൈനിങ് ഡിജിറ്റ്, ആൻഡ് ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ലെസ് ദാൻ 5 then the last remaining digit is not changed. നമ്മൾ ഒരു ഡിജിറ്റ് റൗണ്ട് ചെയ്യുന്ന സമയത്ത് പോയിൻ്റ് നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് 60 നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റൗണ്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ അത് 5-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനോടുകൂടെ 1 ആഡ് ചെയ്യും. ഇനി 5-നെക്കാളും കുറവാണെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കും. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. നമ്മൾ റൗണ്ട് ചെയ്യേണ്ട എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ റൗണ്ട് ചെയ്യേണ്ട നമ്പർ 5-നെക്കാളും കൂടുതൽ, നമുക്ക് ഏത് നമ്പറാണോ റൗണ്ട് ചെയ്യേണ്ടത് ആ നമ്പർ 5-നെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്യും. 5-നെക്കാളും കുറവാണെങ്കിൽ നമ്മളത് അതേപോലെ തന്നെ എഴുതും. ഫോർ എക്സാമ്പിൾ നോക്കാം. 62.138. ഇതിൽ ഞാൻ 8 ആണ് റൗണ്ട് ചെയ്യുന്നത്. എനിക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പറിലേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ 8 ആണ് റൗണ്ട് ചെയ്യുന്നത്. 8 5-നെക്കാളും കൂടുതലല്ലേ? കൂടുതലാണ്. അപ്പോൾ ഞാൻ 3-നെ കൊണ്ട് 1 ആഡ് ചെയ്തു. അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 62.14 എന്ന് കിട്ടി. ഇനി റീഡിങ് 62.133 ആണെന്ന് വിചാരിക്കുക. അവിടെ ഞാൻ ലാസ്റ്റത്തെ 3 എന്ന് പറയുന്നത് 5-നെക്കാളും കുറവാണ്. 5-നെക്കാളും കുറവാണെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കുക. 62.13 എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് 3 നമ്മൾ ഒഴിവാക്കി. ഇനി ഇവിടെ നമ്മൾ രണ്ടാമത്തെ റൂൾ നോക്കാം. ഇഫ് ദ ഡ്രോപ്ഡ് ഈസ് 5 then the remaining digit unchanged if it is even and add 1 if it is odd. ഇനി നമ്മൾ 5-നെക്കാളും കൂടുതലും കുറവും പറഞ്ഞു അല്ലേ. 5 ആണെന്ന് വിചാരിക്കുക. 5 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 5 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിന് തൊട്ട് മുന്നുള്ള നമ്പർ നോക്കുക. അത് ഈവൻ ആണെങ്കിൽ മാറ്റമൊന്നും വേണ്ട, ഓഡാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കാം. 62.145 5-ൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ ഏതാണ്? 4 ആണ്. 4 ഓഡാണോ ഈവനാണോ? ഒറ്റയാണോ ഇരട്ടയാണോ? ഇരട്ടയാണ്. അങ്ങനെ ഈവനാണ്. ഈവൻ ആകുമ്പോൾ അത് മാറ്റമൊന്നും ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അവിടെ 5-നോട് ഒന്നും ആഡ് ചെയ്യണ്ട, 62.14 എന്ന് എഴുതിയാൽ മതി. എന്നാൽ 62.135 എന്നാണ് നമ്മൾ റീഡിങ് എന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ 5-ൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ ഏതാണ്? 3 ആണ്. ആ 3 ഓഡാണോ ഈവനാണോ? ഒറ്റയാണോ ഇരട്ടയാണോ? അത് ഒറ്റയാണോ? ഓഡാണ് അല്ലേ. അപ്പോൾ അവിടെ ഓഡാകുമ്പം അവിടെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ 62.14 എന്നുണ്ട് കേട്ടോ. സോറി, നമ്മൾ എഴുതിയതിൽ 62.13 ആണ്. അതിനോട് 1 ആഡ് ചെയ്ത് എഴുതണം. അവിടെ ആഡ് 1 ആണ്. ഓഡാണെങ്കിൽ 1 ആഡ് ചെയ്യണം എന്നാണ്. അത് ഞാൻ അവിടെ ആഡ് ചെയ്ത് കാണിച്ചിട്ടില്ല. 62.14 ആണ്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, അവിടെ 62.14 ആണ് കേട്ടോ. ഒന്ന് ആഡ് ചെയ്ത് എഴുതണം. ഇനി രണ്ടാമത്തത്, ലാസ്റ്റ് റൂൾ, ഇഫ് മോർ ദാൻ 1 ഡിജിറ്റ് ഈസ് ടു ബി ഡ്രോപ്ഡ് ദെൻ ദീസ് ആർ റൗണ്ടഡ് 1 അറ്റ് എ ടൈം. ഒന്നിലധികം നമ്പർ ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് പോകണം. നമ്മൾ സാധാരണ എളുപ്പത്തിന് വേണ്ടി ബാക്കിയുള്ള നമ്പറൊക്കെ കണ്ട് ഒഴിവാക്കും അല്ലേ. അങ്ങനെ ചെയ്യുക. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ട. റൂൾ എങ്ങനെയാണ്? ഒന്നിലധികം നമ്പർ ഉണ്ടെങ്കിൽ ഓരോന്ന് റൗണ്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. 62.13486
ഞാൻ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റൗണ്ട് ചെയ്യണം. ആദ്യം ഞാൻ റൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റാണ്. ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണ്. 6 എന്ന് പറയുന്നത് നമുക്കറിയാം അത് 5-നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 8-2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ എന്തായി മാറി? 8-3 ആയിട്ട് മാറി. അപ്പോൾ ഞാൻ ഒരു പോയിൻറ്റിനെ ഞാൻ റൗണ്ട് ചെയ്തെങ്കിൽ 62.13483 ആക്കി. ഇനി ഞാൻ വീണ്ടും റൗണ്ട് ചെയ്യാണ്. റൗണ്ട് ചെയ്യാനുള്ളത് ലാസ്റ്റ് 3 ആണ് റൗണ്ട് ചെയ്യാനുള്ളത് അല്ലേ? 3 എന്ന് പറയുന്നത് 5-നേക്കാളും കുറവാണ് 3. അപ്പോൾ നമുക്ക് 3 അവിടെ ഒഴിവാക്കി എഴുതാം. എങ്ങനെ എഴുതാം? 62.1348 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി നമുക്കറിയാം ഞാൻ ഇവിടെ എനിക്ക് 4 ഡെസിമൽസ് 4 പോയിൻറ്റിനെ റൗണ്ട് ചെയ്യാനുണ്ട്. ഇനി അടുത്ത് നോക്കാം. അവിടെ 62.1348 8 ലാസ്റ്റത്തെ 8നെ എനിക്ക് റൗണ്ട് ചെയ്യണം. 8നെ റൗണ്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? 8 എന്ന് പറയുന്നത് 5-നേക്കാളും കൂടുതലാണ്. അപ്പോൾ അവിടെ എനിക്ക് എങ്ങനെ എഴുതാം? 62 ഞാൻ 4നോട് 1 ആഡ് ചെയ്തു. 62.14 എന്ന് എഴുതും. 135 എന്ന് എഴുതി. 135 ഓക്കെ 62.135 എന്ന് എഴുതി. ഇനി നമുക്ക് വീണ്ടും എനിക്ക് റൗണ്ട് ചെയ്യണം. 2 ഡെസിമൽ നമുക്ക് എത്ര ഡെസിമൽ പോയിൻറ്റിലോട്ട് നമ്മളുടെ അല്ലേ ഒരു എക്സ്പെരിമെൻറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റീഡിങ്ങിന് നമുക്ക് ഏത് ഡെസിമൽ പോയിൻറ്റിലോ എഴുതാം. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും 2 പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലേ? നമുക്ക് ഒരൊറ്റ ഇത് വെച്ചിട്ട് നമുക്ക് എപ്പോഴും റൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ലാസ്റ്റ് നമുക്ക് 62.135 5നെ റൗണ്ട് ചെയ്യണം. 5 റൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 കാര്യങ്ങൾ നോക്കണം. തൊട്ട് മുന്നേത്തെ നമ്പർ ഓഡാണോ ഈവൻ ആണോ നോക്കണം. ഇവിടെ ഓഡാണ്. ഓഡാകുമ്പോൾ 1 ആഡ് ചെയ്യണം. ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അത് അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഓഡായതുകൊണ്ട് 62.13 എന്നുള്ളത് 14 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഞാൻ റൗണ്ട് ചെയ്തത് നിങ്ങൾക്കറിയാം വലിയൊരു നമ്പറായിരുന്നു. റൗണ്ട് ചെയ്ത സമയത്ത് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്, ഒന്നിനെ ഒരു സമയത്താണ് നമ്മൾ റൗണ്ട് ചെയ്യുക. അങ്ങനെ എല്ലാത്തിനെയും റൗണ്ട് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പലരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ? വേഗം നമ്മൾ അത് വെച്ചിട്ട് അല്ലേ അങ്ങനെ എഴുതും. അതാണ് അതിൻ്റെ റൂൾ. അങ്ങനെയാണ്. ഇതാണ് റൗണ്ടിങ് ഓഫ് നമ്പറിൽ പറയാനുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചത് തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു, അതിൻ്റെ റൂൾസൊക്കെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു എന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു.